നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ ലോകവേദിയിൽ നാണക്കേട്. ജർമ്മനിയിൽ നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിലാണ് സംഭവം. അന്താരാഷ്ട്ര സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ആഗോള നേതാക്കൾ, പ്രതിരോധ ഉദ്യോഗസ്ഥർ, നയതന്ത്രജ്ഞർ, നയതന്ത്ര വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു വാർഷിക ഫോറമാണ് മ്യൂണിക് സുരക്ഷാ സമ്മേളനം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ സമ്മേളനങ്ങളിലൊന്നിൽ പങ്കെടുക്കുകയായിരുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ കാർഡ് ശരിയായി പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയോട് സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ ബാഡ്ജ് പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് കാണാം. തുടർന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ നിർത്തുക, നിങ്ങളുടെ ID എവിടെ, ദയവായി നിങ്ങളുടെ ID കാർഡ് തിരികെ നൽകുക എന്ന് പറയുന്നതും കേൾക്കാം. മറ്റേതൊരു പങ്കാളിയും പോലെയാണ് മുനീറിനെ പരിഗണിച്ചതെന്നും സ്റ്റാൻഡേർഡ് സുരക്ഷാ പ്രോട്ടോക്കോളിന്റെ ഭാഗമായി തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ടെന്നും പറയുന്നു. വീഡിയോ ഓൺലൈനിൽ വളരെ പെട്ടെന്ന് ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ചിലർ ഇതിനെ നയതന്ത്ര നാണക്കേടായി വിശേഷിപ്പിച്ചപ്പോൾ മറ്റു ചിലർ ഉന്നത അന്താരാഷ്ട്ര പരിപാടികളിൽ സുരക്ഷാ പരിശോധനകൾ പതിവാണെന്നും അഭിപ്രായപ്പെട്ടു. മുൻ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ ആദിൽ രാജ സംഭവത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതിങ്ങനെ: ആഗോളതലത്തിൽ ആരും അദ്ദേഹത്തെ അറിയുന്നില്ല. മുനീർ ആവശ്യപ്പെടുമ്പോൾ ഗേറ്റ് കീപ്പർമാരോട് പോലും അനുസരണയോടെ സ്വയം പരിചയപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ജർമ്മനി ആസ്ഥാനമായുള്ള സിന്ധി രാഷ്ട്രീയ സംഘടനയായ ജയ്സിൻ മുത്തഹിദ മഹാസ് മുനീറിന്റെ പങ്കാളിത്തത്തെ എതിർത്തിരുന്നു. സമ്മേളന വേദിക്ക് പുറത്ത് ഇവർ ഒരു പ്രകടനവും നടത്തി. പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് നൽകിയ ക്ഷണം സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ, ജർമ്മൻ ഗവൺമെന്റ് എന്നിവയെ അഭിസംബോധന ചെയ്ത പ്രസ്താവനയിൽ JSMM ചെയർമാൻ ഷാഫി ബർഫത്ത് അഗാധമായി ഞെട്ടലും ഖേദവും പ്രകടിപ്പിച്ചു. ബംഗ്ലാദേശ് രൂപീകരണത്തിലേക്ക് നയിച്ച മുൻ കിഴക്കൻ പാകിസ്ഥാനിലെ 1971 സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവയെ വംശഹത്യ എന്നും വിശേഷിപ്പിച്ചു. മേഖലയിലെ തീവ്രവാദ ഘടകങ്ങളെ പാകിസ്ഥാന്റെ സൈന്യം പിന്തുണയ്ക്കുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളും ആരോപിച്ചു. അതിനിടെ T20 ലോകകപ്പിലെ ആവേശകരമായ പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഭാരതത്തിന് വൻ വിജയം നേടിയിരുന്നു. ഏകപക്ഷീയമായി മാറിയ മത്സരത്തിൽ 61 റൺസിനാണ് ഭാരതം എതിരാളിയെ തറപറ്റിച്ചത്. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടി നൽകാനിറങ്ങിയ പാകിസ്ഥാൻ 18 ഓവറിൽ 114 റൺസിന് പുറത്തായി. ഇന്ത്യ A ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായി സൂപ്പർ 8-ൽ കടന്നു. ഇതോടെ എന്റെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടുത്തു എന്ന് ഡോക്ടറോട് അഭ്യർത്ഥിക്കുന്ന ഇമ്രാൻഖാന്റെ ഡയലോഗ് T20 ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യക്കെതിരെ തോറ്റ പാകിസ്ഥാനെതിരെ ട്രോളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ഇത്രയും ദയനീയമായ തോൽവി തനിക്ക് കാണാനാവില്ലെന്നും അതിനാൽ തന്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുത്തുവെന്ന് ഇമ്രാൻഖാൻ ഡോക്ടറോട് അഭ്യർത്ഥിക്കുന്ന രീതിയിലാണ് ഈ ട്രോൾ. പാകിസ്ഥാന്റെ തടവിൽ 85% കാഴ്ച നഷ്ടപ്പെട്ട് കഴിയുന്ന ഇമ്രാൻഖാന്റെ ശാരീരികാവസ്ഥയെ ബന്ധപ്പെടുത്തി സൃഷ്ടിച്ച ഈ ട്രോളിന് നല്ല വ്യൂസും ലഭിക്കുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ തോൽവി ആഘോഷിക്കുന്ന ബലൂചിസ്ഥാൻ എന്ന തലക്കെട്ടോടെ നിരവധി നൃത്ത വീഡിയോകളും ഇന്ത്യയുടെ ജയത്തോടെ അഫ്ഗാനിസ്ഥാനിലുടനീളം ആഘോഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളതിന്റെയും വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.